നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. വിസില് കേൾക്കുന്നുണ്ടോ എന്ന് എല്ലാരും ശ്രദ്ധിച്ചോണം. കണ്ണപ്പാ, മണി 10 എവരവൻ? അവനെ കൊണ്ടുപോകാൻ നിങ്ങളല്ലേ ഏറ്റത്? അത് അളിയ ഒരു അബദ്ധം പറ്റി. അവൻ ഞങ്ങളെയും ചാടിക്കളഞ്ഞു. ഇവിടെ എത്താത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? നമ്മുടെ ആളുകളെയും കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒന്നിനും വെറുതെ വിടരുത്. നമ്മുടെ അളിയെ തോൽപ്പിച്ചിട്ട് ഒരാളും അങ്ങനെ ജയിക്കണ്ട. എന്നാ വാടാ. മാല എടുക്കടാ. വരണം സ്വീകരിക്കേ. വേഗം എടുക്കടാ. വാടാ പ്രമേന്ദ്ര. വാടാ. വണ്ടി ഇടടാ. കല്യാണമായിട്ട് ഏറെ പോണു. അവർക്ക് പുറകെ വിടടാ. എല്ലാവരും ചെവി ഓർത്തിരുന്നോ? വിസിലടി കേട്ടാ പിന്നെ ഒരു നിമിഷം താമസിച്ചുകൂടാ. എല്ലാത്തിനെയും അടിച്ച് ചുരുട്ടിയേക്കണം. അമ്മു അവക്കട കഴിച്ച് താലി കെട്ടടാ. അത് അമ്മൂന്റെ അച്ഛൻ പറയട്ടെ. ഇനിയെങ്കിലും വിശ്വസിക്കണം. ചേട്ടൻ ബാവയ്ക്കും അനിയൻ ബാവയ്ക്കും പരസ്പരം ചതിക്കാൻ കഴിയില്ല. സ്വന്തം മകൾക്ക് വേണ്ടി കെട്ടിയ പന്തലിൽ വെച്ച് ചേട്ടന്റെ മകളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചില്ലേ? ഇതൊരു ചതിയല്ല. എല്ലാം എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാ. ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയരുത്. എന്നെ ശിക്ഷിച്ചോളൂ. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എല്ലാം എന്റെ മോള് പറഞ്ഞടാ. കുറെയൊക്കെ പെമ്പിളാരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാനെല്ലാം ക്ഷമിച്ചത്. ഇനി ചേട്ടൻ തീരുമാനിക്കട്ടെ. ഇനി ഞാനെന്താ തീരുമാനിക്കണ്ടേ? എല്ലാം നിങ്ങൾ തീരുമാനിച്ചില്ലേ? അതിനെന്റെ മോളും കൂട്ടു നിന്നില്ലേ? ഇനി ഞാനിവിടെ എന്തിനാ?
വിസിലടിച്ചു വിസിലടിച്ചു. വേഗം വാ, വേഗം വാ. അയ്യോ കൊട്ടാരം വീട് ഇപ്പത്തും അടിയും തുടങ്ങും. എന്താടാ എന്താണെന്നോ? അനിയമ്പാവെ തല്ലിച്ചേച്ചിട്ട് അങ്ങനെ പോന്നോ? തല്ലി കൊല്ലണം ഇവനെ. എന്തിനാണ് ചേട്ടനെ തല്ലുന്നേ? അനിയമ്പാവ കണക്കൊക്കെ നമുക്ക് പിന്നെ തീർക്കാം. കണ്ണപ്പ ദാസ അടിച്ച് പുറത്താക്കണവന്മാരെ. പറഞ്ഞത് കേട്ടില്ലേ? പിടിച്ചിറക്കാനവന്മാരെ. എടാ മണ്ടന്മാരെ, കണ്ണപ്പനും ദാസപ്പനും ഞങ്ങളുടെ ആൾക്കാരാ. എടാ കണ്ണപ്പ ദാസപ്പ ഇങ്ങോട്ട് വാടാ മക്കളെ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ അനിയന്റെയും ചേട്ടന്റെയും കഥ ഇന്നത്തോട് തീർക്കാം. എന്ത് വൃത്തിയാണോ താനീ പറയുന്നത്? ഞങ്ങൾ എപ്പോഴാണ് തന്റെ ആളുകളായത്? നിങ്ങൾ വിളിച്ചിട്ടല്ലേടാ പട്ടികളെ ഞങ്ങൾ വന്നത്? ഇല്ല, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. കല്ലെറുക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണു കാണാനാടാ തെണ്ടി? അയ്യേ ചളമാക്കും. അപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലേ? ഇല്ല. വിസിൽ വരച്ചിട്ടില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ തന്തയ്ക്ക് പിറക്കാത്തവന്മാരെ അടിച്ച് ചുരുക്കടാ. ഓടി രക്ഷപ്പെടാൻ നോക്കിക്കോ. ചേട്ടാ കല്യാണം നടക്കുമ്പോഴേ ഒരു വെടിക്കെട്ട് നല്ലതാ. ചേട്ടൻ പോയേ, ചേട്ടൻ പോയേ. നീ തന്നെ മുഹൂർത്തം വാടാ. വെറുതെ തല്ലും. പ്രേമേന്ദ്ര സമയം താഴെ കിട്ടണ മോനെ. എന്താ എന്താ കല്യാണം പൊടി പിടിച്ച് നടക്കട്ടെ. സ്റ്റണ്ട് ഞാൻ നടത്തിക്കോളാം. എവിടെ കണ്ണപ്പൻ, എവിടെ ദാസപ്പൻ? മാറിക്കോ, മാറ്. അവന്മാരെ അടിച്ച് ശരിയാക്കിട്ട് വേണം. പിടിച്ചോട്ടാ പിടിച്ചോ. ഒന്ന് അളിയാ രക്ഷിക്കളിയാ. വെല്ലളിയാ. നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ ഇങ്ങനെ. നടുവിന് കൊടു. അയ്യോ അയ്യോ. ഇതിനാണ് ഇപ്പൊ അഴിച്ചു വിട്ടത്. സാമ്പാറൊന്നും ഇല്ലാണ്ട് തിന്നാൻ ഉള്ളടാ, സത്യം ഉള്ളടാ. നിനക്ക് നന്നായി ഉരുട്ട് ഉണ്ടാറിയാം. നീയാണ് യഥാർത്ഥ കൊട്ടാരം വീട്. അത് ചുരുട്ട് കേട്ടാ അല്ലാത്തത്. അടിയടാ. അയ്യോ പെങ്ങള് രക്ഷിക്ക് പെങ്ങള്. ഇതെന്ത് പണ്ടാണ്? വെല്ലളിയാ രക്ഷിക്കളിയാ. ഒരു പ്രശ്നമില്ല. കൊട്ടാരം വീടാ, ഞങ്ങളോട് ക്ഷമിക്കണോ? കൊട്ടാരം വീട് ക്ഷമിക്കാൻ അറിയില്ലടാ എന്ന് പറഞ്ഞു വെച്ച നിങ്ങളെ അപ്പോ നേരം തെറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങുക. വേണ്ട, നിങ്ങ എങ്ങോട്ടും ഇറങ്ങണ്ട. ഇനി ഇതാ നിങ്ങളുടെ വീട്. ഈ കൊട്ടാരം വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഇറക്കി വിട്ടതല്ലേ. ഇപ്പൊ നിങ്ങളുടെ മകൻ അത് തിരിച്ചു പിടിച്ചെന്ന് കൂട്ടിക്കോ.
അങ്ങനെയാണെങ്കിൽ എന്റെ പണിയും തിരിച്ചു പിടിച്ചു എന്ന് കൂട്ടിക്കോട്ടെ. അങ്ങനെ കൂട്ടാൻ വരട്ടെ. താ ഇന്ന് തന്നെ പൊക്കണം. പ്രേമേന്ദ്ര ഒരു പുതിയ ഡ്രൈവറെ തപ്പിപ്പിടിച്ചു പാടോ. അല്ല അപ്പൊ എന്റെ കാര്യോ? നിങ്ങളെ ഞാൻ രക്ഷിക്കാടാ. അയ്യോ, അനിയൻ ബാബെ ചേട്ടൻ ബാബെ തമ്മിൽ തെളിക്കാൻ ഈ കൊട്ടാരം വീരന്മാര് ജീവിച്ചു നിൽക്കുമ്പോ ആരും നോക്കണ്ട. അല്ലേ പ്രേമേന്ദ്ര? ചുരുക്കടാ.